അല്ല ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ പാർട്ടി CPM പറയുകയാണ് ഈ കോടതിയിൽ ഇതിന് മുകളിൽ കോടതിയുണ്ട്, അവിടെ പോട്ടെ, അതുവരെ അവർ പ്രതികളല്ല, അവരെ പുറത്താക്കാൻ വേണ്ടിയില്ല, പോട്ടെ. ഇവിടെ PK കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരാൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റവാളിന്ന് കണ്ടെത്തി, അയാൾ ശിക്ഷിക്കപ്പെട്ടു, ജയിലിലായപ്പോഴും CPMന് കുഞ്ഞനന്ദൻ നിരപരാധിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആനുകൂല്യം പരോൾ, മരിച്ചു, സ്മാരകം, ഇപ്പോഴും അദ്ദേഹം നിരപരാധിയാണ്. ഏത് കേസിൽ? CPMന്റെ കണ്ണിൽ കുഞ്ഞനന്ദൻ TP കേസിൽ നിരപരാധിയാണ്. ശ്രീ CR നീലകണ്ഠൻ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഇപ്പോൾ ഈ കയ്യും വെട്ടും കാലും വെട്ടും അല്ലെന്നുണ്ടെങ്കിൽ നട്ടല്ലൂരി കൊട്ടയിലാക്കും എന്നൊക്കെ പഴയ കാലത്ത് മുതൽ വിദ്യാസംഘങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. അവർ ഉദ്ദേശം വിളിക്കുന്നതല്ല. പക്ഷേ ഇക്കാലത്ത് ആ മുദ്രാവാക്യം കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന് പേടിയും അറപ്പും വെറുപ്പുമാണ്. എന്തുകൊണ്ടാണത്? ഒരു രാഷ്ട്രീയ ചോര ഈ മണ്ണിൽ വീണുകൂടാ എന്ന് കേരളത്തിൻ്റെ ഐക്യദാർഢ്യമാണ്, അല്ലെങ്കിൽ ഇച്ഛാശക്തിയാണ്. ആ കാലത്തും ഈ ന്യായീകരണം വരുന്നത് എന്തുകൊണ്ടാണ് CR? അല്ല, അതിൽ ഈ ന്യായീകരണം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഇപ്പോൾ മേൽക്കോടതിയുണ്ട്, അല്ലെങ്കിൽ വേറെ കോടതിയുണ്ട്, ഉണ്ടാവും. കോടതികൾക്ക് വല്ല ക്ഷാമമുണ്ടോ? ഒരു കോടതി പറഞ്ഞതാണോ ശരി? ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് പാർട്ടി സെക്രട്ടറി പറഞ്ഞ CBI കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന്. CBI അല്ല വിധിച്ച, കോടതിയാണ് വിധിച്ചത്. CBI കള്ളക്കേസ് ഉണ്ടാക്കിയെങ്കിൽ ഒരു കോടതി പോയി ഇത്രയും നീണ്ട വിചാരണയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു വിധി ഉണ്ടാവുമോ? ഇവർക്ക് എല്ലാ വക്കീലന്മാരും ഉണ്ട്, സർക്കാർ കൂടെയുണ്ട്, പോലീസ് കൂടെയുണ്ട്, കൂറുമാറിയൊരു വക്കീലുണ്ട്. ആ വക്കീലിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. എന്താ കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം വക്കീൽ എന്നുള്ള എത്തിക്സിന് പോലും എതിരായിട്ടാണ് പെരുമാറിയത്. രാഷ്ട്രീയം മാറിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ രാഷ്ട്രീയം മാറിയാലും ഞാനൊരു കക്ഷിയുടെ വക്കാലത്ത് മാറില്ല. കാരണം വക്കാലത്ത് എടുക്കുന്ന അക്സർ വക്കീലാണ്. അതൊരു എത്തിക്സ് ഉണ്ട്, കോഡുണ്ട്. അത് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ നിന്ന് എല്ലാം കഴിയുമ്പോൾ ഞാനങ്ങ് മാറ്റുക എന്നുള്ളത് എൻ്റെ അത് പോട്ടെ, അത് മോറൽ എത്തിക്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ പ്രശ്നം എന്താ ഹാഷ്മി? പ്രധാന പ്രശ്നം ഇതെല്ലാം പാർട്ടി ചെയ്തു കൊടുക്കുന്നത്, പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സൈബർ സഖാക്കൾ മുതൽ പാർട്ടി സെക്രട്ടറി വരെ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആളാണ് കൊടി സുനി, പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആളാണ് പീതാംബരൻ, പാർട്ടിക്ക് വേണ്ടിയാണ് കുഞ്ഞിരാമൻ ത്യാഗം ചെയ്തത്. അതാണ് പ്രശ്നം. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തതാണ് എന്ന് പറയുന്നിടത്തോളം ഒരു കാലത്ത് നിങ്ങളുടെ പ്രധാന ചോദ്യം ഉണ്ടല്ലോ, പാർട്ടി ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുമെന്ന്. പാർട്ടി ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ME ഗോവിന്ദൻ മുതൽ അക്സർ വരെ, അല്ലെങ്കിൽ മറ്റേ എമ്പടകൾ വരെ പറയുന്നത് കേട്ടാൽ പാർട്ടി ഒന്നും പഠിച്ചിട്ടില്ല. പാർട്ടി വിചാരിക്കണം എന്താ? ഇനിയും കൊല്ലണം തന്നെയാണ്. ഇങ്ങനെ കൊന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെക്കാൾ, അല്ലെങ്കിൽ എന്താ പറയുക, ധീരരായ തൊഴിലാളി സമരത്തിലോ കർഷക സമരത്തിലോ പങ്കെടുത്ത ആളുകളെക്കാൾ മാന്യതയോടെ ഇവരെ വിളിക്കുകയും ഇവരെ പിന്തുണയ്ക്കുകയും, നേരത്തെ പറഞ്ഞ എല്ലാ പിന്തുണകളും ജയിലിലടക്കം പരോളിലടക്കം കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ വീട് താമസത്തിനായാലും കല്യാണത്തിനായാലും പൂർണ്ണമായി കൂടെ നിന്നുകൊണ്ട് പറയാണ്. പിന്നെ എനിക്ക് മറ്റേ ജില്ലാ സെക്രട്ടറി പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ പുറത്താക്കിയാൽ പിന്നെ പാർട്ടിയിൽ ആൾ കാണില്ല. ഇത് MN വിജയൻ മാഷ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടി ഉണ്ടാവും, കൂടെ ആൾ കാണില്ല. കാണുന്നത് ഈ ന്യായീകരിക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് മാത്രമായി ഈ പാർട്ടി ഒതുങ്ങും. കാരണം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് ഇത് തെറ്റാണ് എന്ന് ഒരു വാക്ക് അക്സറിന് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. അക്സറിന് പോലും എന്താ പറയാം? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കുട്ടികളെ കൊന്നത്, അല്ലെങ്കിൽ യുവാക്കളെ കൊന്നത് തെറ്റായി പോയി? അത് പാർട്ടിക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്ക് തിരുത്തേണ്ടതാണ് എന്നല്ലേ പറയേണ്ടത്. ഇപ്പോൾ പാർട്ടിക്ക് പങ്കില്ല, അതിൽ ശിക്ഷിക്കപ്പെട്ടവരെല്ലാവരും പാർട്ടിക്കാരല്ലേ? വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇപ്പോൾ കുഞ്ഞിരാമൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് വലിയ സങ്കടമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നൊരു കുറ്റമാണെന്ന്. മണികണ്ഠൻ എന്താ തെറ്റ് ചെയ്തത്? പ്രതിയെ ഒളിപ്പിക്കുകയോ തെളിവ് നശിപ്പിക്കുകയോ ചെയ്താൽ എന്താണ് ശിക്ഷ എന്ന് എന്നേക്കാൾ നല്ല വക്കീലായ അഡ്വക്കേറ്റ് അക്സറിനറിയാലോ. അത് കുറ്റമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. അറിയാതെ ഒരാൾ വന്നപ്പോൾ അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കിയതല്ല, JP നിന്ന് പിടിച്ചിറക്കിയതല്ല. ഒരാൾ വന്നപ്പോൾ അയാളെ ഞാൻ ഒളിപ്പിച്ച് നിർത്തിയതല്ല. അപ്പോൾ ഇത് പ്ലാൻഡായി 2 യുവാക്കളെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ അതിന് ന്യായീകരണം അത് ഒരു തെറ്റാണെന്ന് പോലെ. എൻ്റെ പ്രശ്നം അതാണ്. ഒരു തെറ്റാണെന്ന് ഇപ്പോഴും പാർട്ടി ആരും വിശ്വസിക്കുന്നില്ല, അവർ കരുതുന്നില്ല. അങ്ങനെ കരുതാതിരുന്നാൽ മാത്രമേ ഈ പാർട്ടി ഈ ഘടനയിൽ നിൽക്കാൻ കഴിയൂ. ഇത് സ്റ്റാലിനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ സ്റ്റാലിന് ദോഷമാണ്, അത് ഞാൻ പറയില്ല. കാരണം അതിനേക്കാളൊക്കെ മോശപ്പെട്ടൊരു കഥയാണ് ഇവിടെ നടക്കുന്നത്. അതൊരു ജനാധിപത്യം ഇല്ലാത്ത സമയത്താണ് സ്റ്റാലിൻ ചെയ്തത്. ഇതല്ലല്ലോ, ഇത് പൂർണ്ണ ജനാധിപത്യത്തിന്. ഇനി
എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ ഇവർ പണ്ടേ പറഞ്ഞിട്ടുണ്ടത് പാർട്ടിക്ക് പാർട്ടിയുടെ നിയമമുണ്ട്, IPC ബാധകമല്ല, CRPC ബാധകമല്ല, കോടതി ബാധകമല്ല, പോലീസ് ബാധകമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കോടതിയും ഞങ്ങളുടെ പോലീസും ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞനന്തൻ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി ഇട്ടിച്ചാലും കുഞ്ഞനന്തനെ ഇവർ പറയും കുഞ്ഞനന്തൻ മഹാനായ പോരാളിയാണെന്ന് പറയും. കാരണം എന്താ, കുഞ്ഞനന്തൻ DP കേസ് പ്ലാൻ ചെയ്ത ആളുകളിൽ ഒരാളാണെന്ന് എല്ലാ കേസിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഹൈക്കോടതി വരെ പറഞ്ഞു. എന്നാലും പറയും കുഞ്ഞനന്തൻ പോരാളിയാണ്, കുഞ്ഞനന്തന് സ്മാരകം വേണം. ഇനിയിപ്പോൾ നാളെ കൊടിസുനിക്ക് സ്മാരകം വരും, അദ്ദേഹം എപ്പോഴെങ്കിലും മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പീതാംബരനോ അവരൊക്കെ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിരാമനൊക്കെ മരിക്കുമ്പോൾ ഇവർക്കൊക്കെ സ്മാരകം പണിയും ഈ പാർട്ടി ഉണ്ടെങ്കിൽ. അത്രേ ഞാൻ പറയുള്ളൂ, പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഡാഷ് ഇട്ടിട്ടാണ് പറയണേ. അതിന് കാരണം ഇവർ മാത്രമായി ഒരു പാർട്ടി, ഇത് പറയുന്ന ആളുകൾ മാത്രം. എനിക്ക് ഉറപ്പായി അറിയാം, പാർട്ടിയുടെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, അങ്ങനെ വിളിക്കുന്നവരൊഴിച്ചാൽ ബാക്കി 99% മനുഷ്യർ ഈ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്തവരുടെ ഉള്ളിൽ പോലും ഒരു വിഷമമുണ്ടാവും ഇത് പറയണ കേൾക്കുമ്പോൾ. ചുരുങ്ങിയതൊന്ന് പറയുക, 2 കുട്ടികൾ കൊല്ലപ്പെട്ടത് മോശമായി പോയി എന്ന് പറയുക, പാർട്ടി അതിൽ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ അതിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുക, അവരെ ഞങ്ങൾ സഹായിക്കാനില്ല എന്ന് പറയുക. ഇതങ്ങനെയല്ലല്ലോ, അവരെ പൂർണ്ണമായി സഹായിക്കുകയും അവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ പണം ചെലവാക്കുകയും. അപ്പോൾ അതൊരിക്കൽ പോലും പറയാൻ തയ്യാറില്ലെങ്കിൽ ഇവർക്ക് മനുഷ്യത്വമില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഓർത്തു നോക്കൂ, ഇവിടെ മുടിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ഖജനാവിൽ 5 പൈസ ഇല്ല. നമ്മൾക്ക് എപ്പോഴും പറയുന്ന ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇന്ധന സെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വല്ലാതാകുന്ന മനുഷ്യർക്ക് ഇന്ധന സെസ് അധികമായി പിടിച്ചു വാങ്ങണം. ആ അവസ്ഥയിൽ 96 ലക്ഷം രൂപ ഈ പറഞ്ഞ വക്കീലമാർക്ക് വേണ്ടി കൊടുത്തേ, ഈ പ്രതികൾക്ക് വേണ്ടി.